ഹായ്. Assalamualaikum. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. Assalamualaikum, വലൈക്കുംസ്ലാം. ma'am. വലൈക്കും അസ്സലാം. ഞാനിങ്ങനെ ഓർക്കരുന്ന് ആരെയും കാണുന്നില്ല, എല്ലാരും മറന്നു പോയോ? അതാ അങ്ങനെയാണ്. ലിങ്ക് ഞാൻ മാമിന് റോങ് ലിങ്ക് മെസ്സേജ് ആയിരുന്നു മാഡം. ഇട്ടിരുന്നു. അതെ അതെ, ലിങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ആ അത് ലിങ്ക് ഇന്നലത്തെ ആദ്യത്തെ ഡേറ്റിലുള്ള കിട്ടിയില്ല. ഇന്നലത്തെ ഡേറ്റിലുള്ള ലിങ്ക് ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ ഓക്കെ, അതായിരിക്കും അല്ലേ. കാണാൻ പറ്റിയിട്ട്. യെസ് യെസ്. അടുത്ത ഞാൻ സൈക്കോളജി ഓഫ് സെയിൽസ് ആണ്. അപ്പൊ ഇന്ന് നിങ്ങൾ കയറുന്നില്ല എങ്കിൽ ഞാൻ സൈക്കോളജി ഓഫ് സെയിൽസ് ആണ് അടുത്ത ഉടനെ ഞാൻ എടുക്കാനുള്ള സെഷൻ. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ എടുത്ത് വെക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്കിനി നിങ്ങളുടെ ഞങ്ങള് ബിസിനസ് ഒന്നും ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചിലപ്പോ സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അല്ല നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് തരും. ഉം. എസ്പെഷ്യലി ഇപ്പോൾ കോച്ചുമാരുടെ സൈക്കോളജി, സെയിൽസിന്റെ സൈക്കോളജിയാണ് അടുത്ത സെഷൻ. നേരത്തെ ഉള്ളവർക്കുള്ളതാണ്, നിങ്ങൾക്ക് തരും. ഓക്കെ, നമുക്ക് ഇന്ന് വേറൊരു പില്ലർ, പുതിയൊരു പില്ലറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെറ്റ് ഇൻറ്റൻഷൻ, ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിയത്ത് വെക്കാം. മാക്സിമം ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതിലൂടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനും ഹയർ സെൽഫിനെ കണക്ട് ചെയ്യാനും നമുക്ക് കഴിയണം. ഹാർഡ് വർക്ക് പ്ലസ് കറക്റ്റ് വർക്ക് പ്ലസ് വില്ലിങ്നെസ് പ്ലസ് ഹയർ സെൽഫ് ഇസിക്കൽ ടു സക്സസ്. അതാണ് എപ്പോഴും ഉന്നത വിജയം നേടിയ എല്ലാവരുടെ ചോദിച്ചാൽ അറിയാം. ഈ വലിയ വിജയികളാരും പിന്നെ എത്തീസ്റ്റ് ഒന്നും അല്ല, ശ്രദ്ധിച്ചാൽ അറിയാം. അവരെല്ലാവരും വിശ്വാസികളാണ്. ഏതെങ്കിലും എത്തീസ്റ്റുകളെ സൂപ്പർ ഡ്യൂപ്പർ സക്സസ് ഉണ്ടാക്കിയവരെ പറയാമോ? ഒരിക്കലും ഇല്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല. പിന്നെ ഇൻ ബിറ്റ്വീൻ യാത്രയിൽ ചിലർക്ക് പറയില്ല, ഭയങ്കര ലോജിക്കൽ തിങ്കേഴ്സാണ് അവർ, വളരെ എന്താ പറയേണ്ടത്, ബൗദ്ധിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവരാണെന്നൊക്കെ പറയും. പക്ഷേ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണ്. ഇവിടെയും ഞാൻ പറയുന്നു, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണ്. പക്ഷേ സക്സസ് ഞാൻ പലരുടെയും മനസ്സിലാക്കിയിട്ടുള്ളതും പല പ്രമുഖരും അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഡയറക്ഷനിലുള്ള നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഷാർപ്പ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് പ്ലസ് വില്ലിങ്നെസ് ടു ടേക്ക് ആക്ഷൻ പ്ലസ് ഹയർ സെൽഫിൻ്റെ ക്രിയേറ്ററുടെ ഒരു അലൈൻമെൻറ്റ്, ക്രിയേറ്ററുമായിട്ടുള്ള അലൈൻമെൻറ്റ്, ഇത് മൂന്നും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. അത് ഏത് മേഖലയിലാണെങ്കിലും. അപ്പം ഇന്ന് നമ്മൾ യെസ്, അതെ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് സെൽഫ് പ്യൂരിഫിക്കേഷൻ, തസ്കിയ എന്നാണ് പറയുക. ബോഡി മൈൻഡ് സോൾ ക്ലെൻസിങ്. ഇത് മൂന്നും നമ്മൾ ക്ലെൻസ് ചെയ്യണം, എസ്പെഷ്യലി റംസാനിൽ. എല്ലാ ഇന്നർ ക്ലട്ടറും മാറ്റിയാലാണ് നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ നോർമലി പറയും ഇന്നർ ക്ലട്ടർ മാറ്റുക എന്ന് പറയുമ്പോൾ ചില പ്രോഗ്രാമിലൊക്കെ പറയും നിങ്ങൾ കപ്പ് എം ടി ആക്കി വെക്കൂ. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ടു സേ ലൈക്ക് ദാറ്റ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കപ്പ് എക്സ്പാൻഡ് ചെയ്യണം, എം ടി ആക്കണ്ട, എക്സ്പാൻഡ് ചെയ്യണം, വലുതാക്കണം. ആ കപ്പ് വലുതാക്കണമെങ്കിൽ ഇപ്പം ഇരിക്കുന്ന സാധനം വെച്ചിട്ട് വലുതാക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന സാധനം എല്ലായിടത്തും പോയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. ബട്ട് ഇനിയും റിലീസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോഡിയും മൈൻഡും സോളും പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഡേയ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാൻസ് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓക്കെ, ഇങ്ങനെ ഇവിടെ നമ്മൾ ഒരു ഇന്നർ ക്ലട്ടർ സൈക്കോളജിക്കൽ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് നമ്മളുടെ ഡോപ്പമൈൻ സൈക്കിൾ റീസൈക്കിൾ ചെയ്യാൻ ഉപകരിക്കും. ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ബോഡിയിലുള്ള എല്ലാ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടും. കാരണം അബ്ഡോമൻ ഗട്ട് എനർജി, ഗട്ട് ബ്രെയിൻ കൂടുതൽ പവർഫുൾ ആവും. അവിടെ കെട്ടിക്കിടന്ന എല്ലാ സാധനങ്ങളും ഗട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഏത് ട്രീറ്റ്മെൻറ്റ് ചെന്നാലും ഡോക്ടർമാർ ചെയ്യുന്നത് എന്താണ്? ആദ്യം നിങ്ങൾക്ക് പ്രോപ്പർ ഡൈജഷൻ ഉണ്ടോ, നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, ഭക്ഷണം കഴിക്കുന്നത്, ഇതാണ് ചോദിക്കുന്നത്. ഗട്ടിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഗട്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഫാസ്റ്റിങ്ങിലൂടെ നമ്മൾ ഡീടോക്സിഫിക്കേഷൻ നടക്കുകയാണ്. എല്ലാ ടോക്സിസിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ബോഡി അവിടെ പ്യുവർ ആകുകയാണ്, ഫാസ്റ്റിങ്ങിലൂടെ അവിടെ പ്യുവർ ആകുകയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ക്ലെൻസിങ് റിലീസസ് ത്രൂ
നമ്മൾ പല ട്രോമകളും നമ്മളെ പെയിനുകളും എല്ലാം കെട്ടിക്കിടക്കുന്നത് നമ്മൾ ഫൊഗീവ്നെസ്സിലൂടെയും ആക്ട് ഓഫ് കൈൻഡ്നെസ്സിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലും ഒക്കെ അത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇമോഷണൽ ക്ലെൻസിങ് അവിടെ നടക്കുന്നുണ്ട്. ഇമോഷണൽ ക്ലെൻസിങ് നടക്കും. മെൻ്റൽ ഡീടോക്സ്, നമ്മുടെ നെഗറ്റിവിറ്റി ബയാസ്, അതൊരു ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമുക്ക് ഈ കൊഗ്നിറ്റീവ് ബയാസ് എന്ന് പറയും. ചില കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ചിരിക്കും അതാണ് ശരിയാണെന്ന്. അപ്പം നെഗറ്റിവിറ്റി ബയാസ്, ആ നെഗറ്റിവിറ്റി ബയാസ് എങ്ങനെ മാറ്റാം? അപ്പം പോസിറ്റീവ് ക്വസ്റ്റ്യൻസും അതല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വൈ പോസിറ്റീവ് വൈ നെഗറ്റീവ് എന്ന് പറയുന്ന 2 തരം ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് ചോദിക്കാം. 6 തരത്തിലാണ് ക്ലാരിറ്റി കിട്ടുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ഇതിൽ 2 തരം ക്വസ്റ്റ്യൻസ് വൈ നെഗറ്റീവ്. മെജോറിറ്റി ഓഫ് ആൾക്കാർ ഈ വൈ നെഗറ്റീവിലാണ് ജീവിക്കുന്നത്. എനിക്ക് മാത്രം ഇത് വന്നല്ലോ, ഞാനിത് അനുഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നവരെല്ലാവരും ഭയങ്കര സംഭവമാണല്ലോ, പക്ഷെ എനിക്ക് മാത്രം, ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് മാത്രം ഇത്രയും. അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അവിടെ നിന്നു പോകും. വൈ പോസിറ്റീവ്, ഇത്രയും നല്ല ജീവിതം എനിക്ക് കിട്ടിയല്ലോ, എന്തുകൊണ്ടായിരിക്കും ഇത്രയും സക്സസ്ഫുൾ ആകാൻ എനിക്ക് കഴിഞ്ഞത്, ഇത്രയും കാര്യം ഈ ഒരു ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. നിങ്ങൾ മാം അതാരും ചോദിക്കത്തില്ല. ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു നോക്കാമെങ്കിലുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ഇമ്മൻസ്ലി നമ്മൾ ഭയങ്കര ഇൻക്രെഡിബിളായി മാറും. എനിക്കിത് എങ്ങനെയാണ് ഇത്രയും സക്സസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ, ചെറിയ കാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അത് ചോദിച്ചു നോക്കി. വൈ പോസിറ്റീവ്, അത് നമ്മളുടെ ഇന്നർ കയോസ് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. സൃഷ്ടാവ് നമ്മളെ വളരെ ചേർന്ന് നിൽക്കും, നമ്മളെ കൈകളിൽ കോരിയെടുക്കും. സൃഷ്ടാവേ, നീ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് തന്നില്ലേ, ഇത്രയും കാര്യങ്ങളുടെ ഉടയോനാക്കി നീ എന്നെ മാറ്റിയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷം ജീവിക്കാൻ എനിക്ക് അവകാശം തന്നില്ലേ. വൈ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്, ഒരു 25 വൈ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം. ഇത്രയും എനിക്ക് തന്നില്ലേ, ഇത്രയും കാലം ഇത്രയും രുചികരമായ ഭക്ഷണം നീ എനിക്ക് നൽകിയില്ലേ, ഇത്രയും ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് അവസരം തന്നില്ലേ, ഇത്രയും സ്ഥലങ്ങളിൽ പോയി അതായത് 11 മില്യൺ കളേഴ്സാണ് നമ്മുടെ കണ്ണിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ബ്രെയിൻ്റെ പവർ. 16.7 മില്യൺ ആണ്. 16 ആണോ? 16.7 മില്യൺ ട്രൂ കളർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഒരു ന്യൂറോളജിസ്റ്റ്, ഒരു ബ്രെയിൻ എക്സ്പേർട്ട് പറഞ്ഞത് 11 മില്യൺ എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഞാനും ഇമേജ് പ്രോസസിംഗിൽ പഠിക്കുന്നുണ്ട് നമ്മള്. പക്ഷെ ഞാൻ ഇന്നലെ ഇതേ ഒരു കോൺട്രവേഴ്സി വേറൊരാൾ 12 പറഞ്ഞു. അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇതാണ് റൈറ്റ് എന്ന് പറഞ്ഞു. അക്കാഡമിക്കലി വലിയ ബ്രില്യന്റ് റാങ്ക് ഹോൾഡർ ഒക്കെയാണ്, ദുബായിലുള്ളൊരു ചിലപ്പോ 16.7 മില്യൺ ഷെയ്ഡ്സ് എക്സിസ്റ്റ് ഉണ്ടാവും. നമ്മുടെ നേക്കഡ് ആയിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇത്രയായിരിക്കും. മേ ബി യെസ്, അതായിരിക്കും. സോ അത്രയും നമുക്ക് വെച്ച് കാണാൻ പറ്റിയില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാലം കേട്ടിട്ടുള്ളത്. എത്ര സുന്ദരമായ താളങ്ങൾ നമ്മുടെ ചെവിയിൽ കേട്ടിട്ടില്ലേ, നല്ല പാട്ടുകൾ കേട്ടില്ലേ, എത്ര പ്രകൃതി. അതുപോലെ കാണാൻ പറ്റാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് നന്ദി പറയല്ലോ, കേൾക്കാൻ പറ്റാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് നന്ദി. കറക്റ്റ്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വൈ പോസിറ്റീവ് എഴുതേണ്ടത്. വൈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ. എൻ്റെ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം തോറ്റുപോയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രില്യൻ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ കോൺഫിഡൻസ്, എന്തൊക്കെ പഠിച്ചാലും എനിക്ക് കോൺഫിഡൻസ് പോവും, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല, ഈ പ്രാവശ്യവും എനിക്ക് ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം വൈ പോസിറ്റീവ് എഴുതാൻ പറഞ്ഞു. വൈ പോസിറ്റീവ് എഴുതിയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു റൂമിലൊക്കെ. എന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നു. ഇപ്പം ആള് പഞ്ചാബിൽ, പിന്നെ സർവീസിൽ പഞ്ചാബിലുണ്ട്. എത്ര കുട്ടികളാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾ, MD കഴിഞ്ഞ പിള്ളേർ, ഡോക്ടറായിട്ടുള്ളവർ, ഇപ്പോഴും MBBS പഠിക്കുന്നവർ. ഈ വൈ പോസിറ്റീവ് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ലെവൽ ഈസ് മാസീവ്. ഒരു മാജിക് നമുക്ക് നടക്കും വൈ പോസിറ്റീവ്. അപ്പോൾ ഇത് നമ്മൾ ഈ വൈ പോസിറ്റീവ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ
ഒറ്റ സെക്കൻഡ്, ഒറ്റ മറുപടി കൊടുത്തു കേട്ടോ. ഓക്കെ, നമ്മുടെ പെർസെപ്ഷൻ മാറും. നമ്മൾ അറിയാൻ നമ്മുടെ കപ്പ് എക്സ്പാൻഡഡ് ആകും. ഇത്രയും കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ കപ്പ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ യെസ് പ്ലീസ്. മാം, ഈ 25 മാം പോസിറ്റീവ് എന്ന് പറയുന്നത് ആ സ്ട്രെങ്ത് ആണോ? നമ്മുടെ സ്ട്രെങ്ത് അല്ല 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 ആണോ അല്ല മെറ്റീരിയലിസ്റ്റിക് ആണോ മാം അല്ല ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്താ ബൈ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് അറിയാം. നെഗറ്റീവ് തോട്ട്, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ, ഞാൻ ഇത്രയും കാലം ചെയ്ത വെറുതെ ആയല്ലോ, 8 പടി കയറിയപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞത്, അയ്യോ അതല്ലായിരുന്നല്ലോ, ബിൽഡിംഗ് മാറി കയറിയതാണല്ലോ, ഇനി എത്ര കാലമാണ് എനിക്ക് ചെയ്യേണ്ടത്, 8 × 10 അപ്പോൾ 80 വയസ്സ്, അപ്പോഴാണ് അറിയുന്നത് ബിൽഡിംഗ് മാറി കയറിപ്പോയെന്ന്. അതിന് ഇനി ഞാൻ എന്ത് ചെയ്യും, ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ, ആരോടും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇങ്ങനെ വൈ നെഗറ്റീവ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് വൈ നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കും. ഇത് മാറിയിട്ട് എന്തൊക്കെ എൻ്റെ ലൈഫിൽ നടന്നു ഇതുവരെ, എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ എന്തൊക്കെ അച്ചീവ്മെന്റ് എൻ്റെ ലൈഫിൽ നടന്നു, എന്തൊക്കെ അക്കംപ്ലിഷ്മെന്റ്സ് എൻ്റെ ലൈഫിൽ നടന്നു, എന്തൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു, എൻ്റെ ബന്ധങ്ങൾ എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, എൻ്റെ ബിസിനസ്സിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാകും, അയ്യോ എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമോ, അത്രയും ഉണ്ടാക്കാൻ പറ്റുമോ, അതിലെ വൈ കാണണം. അതിലെ വൈ കാണണം. ഇന്നലെ പ്രകാശ് സാറ് പറഞ്ഞു ഉള്ളതിനെ കാണണം നല്ലതിനെ കാണണം എന്ന് പറഞ്ഞത്. അത് ഉള്ളത് നമ്മൾ പറയില്ലേ, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലോ ഇവിടെ നടക്കുന്നത് അല്ലേ, യെസ് നമ്മുടെ മൈൻഡ്. യെസ്. അപ്പോൾ നമ്മൾ ഉള്ളതെല്ലാം ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വൈ പോസിറ്റീവ്സ്, ഓ എന്നെ ഇത്രയും വലുതാക്കിയല്ലോ, ഞാൻ അൽഹംദുലില്ലാ. ഇത്രയും സക്സസ്ഫുൾ ആയല്ലോ എന്ന് തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഡോറുകളെല്ലാം ഓപ്പൺ ആയി വരും. എൻ്റെ വൈ പോസിറ്റീവ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്, ഇങ്ങനെ ഹാപ്പി ആയത് എന്തുകൊണ്ടാണ് ചോദിക്കാം. നമ്മളെപ്പോഴും അയ്യോ എന്തുകൊണ്ട് എൻ്റെ ലൈഫ് നരകമായിപ്പോയി, ഇങ്ങനെ നമ്മൾ പറയും. എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയാണ്, എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഇത്രയും ഹാപ്പിയായി തമ്പുരാനെ, ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പുറകിലുള്ള മാജിക് മനസ്സിലാവുന്നത്. ഇത് നിങ്ങൾ ഈ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ പർപ്പസുമായിട്ട് അലൈൻഡാക്കും. ഈ ഒരു വൈ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മളെ പർപ്പസുമായിട്ട് അലൈൻഡ് ആകും. നമ്മളെപ്പോഴും ഈ വൈ നെഗറ്റീവിലാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത്. നമ്മളും കൂടെ അവിടെ കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവരെ കോച്ചിങ് ചെയ്യാൻ പറ്റുക? ദിസ് ഈസ് നോട്ട് എ കോച്ചിങ് സെഷൻ, ബട്ട് സ്റ്റിൽ ഞാനിതുമായിട്ട് കണക്ട് ചെയ്ത് വേഗം പറയണം. വൈ നെഗറ്റീവ് കിടക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ നിന്നുകൊണ്ട് നമ്മൾക്ക് അവർക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഈ സ്പിരിച്വലി നമ്മൾ മാം, ഇവോൾവ് ഒരു ചെയ്യാം. ചോദ്യം ചോദിക്കാം. തമ്പുരാനെ, എന്തിനാണ് ഞാൻ വയ്യെന്നല്ലേ ചോദിച്ചേ മാം? ഞങ്ങൾക്ക് ലിസി മാമിനെ തന്നല്ലോ എന്ന് പറഞ്ഞു. ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ, തമ്പുരാനുള്ള ഉത്തരം തരും, ഉറപ്പായിട്ടും തരും. അത് പോസിറ്റീവ് ആണേ, പോസിറ്റീവ് ആണ്. യെസ് തീർച്ചയായിട്ടും. അതിനുള്ള ഉത്തരം കിട്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. താങ്ക് യു. നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം, തമ്പുരാൻ എത്ര സന്തോഷമാണ് തമ്പുരാൻ, എനിക്ക് തമ്പുരാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എൻ്റെ ഒരു എന്താ പറയണ്ട, ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഒരു കുഞ്ഞ്, ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. നമ്മളെ ഡീപ്പസ്റ്റ് ഐഡന്റിറ്റി എന്താണെന്നറിയോ? ഹു ആർ യു. നമ്മൾ ഈ മാസം അല്ലെങ്കിൽ അങ്ങോട്ട് സ്പിരിച്വലി ചോദിക്കേണ്ട നമ്മൾ ദൈവത്തിന്റെ സന്താനമാണ്. ഐ ആം ദ സൺ ഓർ ഡോട്ടർ ഓഫ് ഗോഡ്. അതാണ് യഥാർത്ഥ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങളിലേക്ക് പോകണം. അപ്പോഴും മനസ്സിൻ്റെ അകം എന്തോരം സന്തോഷം കൊണ്ട് നിറയുമെന്നറിയാം. സൃഷ്ടാവിന് എൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ എൻ്റെ അടിമ എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇത്രയും ആഴത്തിൽ എൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വാഴ്ത്തപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് അധികരിച്ചു കൊടുക്കാതിരിക്കുന്നത്? തമ്പുരാൻ്റെ ചോദ്യം ഇതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ചോദിക്കണോ, തമ്പുരാനെ ഇത്രയും സന്തോഷം നീ എനിക്ക് എങ്ങനെ തന്നു, നീ എങ്ങനെയാണ് ഇത്രയും എനിക്ക് സന്തോഷിക്കാനുള്ള മിക്കവാറും കേസിൽ നമ്മൾ ഇരക്കുകയാണ് തമ്പുരാൻ. എനിക്ക് അതില്ലേ ഇതില്ലേ, ഭിക്ഷക്കാരെ പോലെയാണ്. ശരിയാണ് മാം, കറക്റ്റ് ആണ്. അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഭിക്ഷക്കാരെ പോലെ ചോദിക്കുന്നത്? ദൈവത്തിന്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് ആ രീതിയിലേക്ക് അവിടെ കൊണ്ടുവരില്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത്യാർത്ഥനും കേണപേക്ഷിക്കുന്നവനും ആകുമ്പോൾ ഒരിക്കലും നമ്മളത് ചെയ്യരുത്. ആ ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ മക്കൾ
ദൈവികതയുടെ ഒരു അംശം നമ്മളിലുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഇത്രയും വലിയ സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള ആ സ്നേഹം മനസ്സിലാകാനല്ലേ നമുക്ക് മക്കളോടുള്ള സ്നേഹം ദൈവം correct. തന്നിരിക്കുന്നത്. അതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് അത്. അതിന്റെ ഒരു അല്ലേ? അംശമാണത്. അപ്പൊ നമ്മൾ മക്കളോട് നമ്മൾ പുറത്തു കൊടുക്കുന്നില്ലേ, അതേപോലെ സൃഷ്ടാവ് എല്ലാം നമുക്ക് പുറത്തു തീർച്ചയായും. തരും. ആ ഒരു പെർസെപ്ഷനിൽ നിന്നുകൊണ്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ നിന്ന് നമ്മൾ ആ തന്ന അനുഗ്രഹങ്ങൾക്ക് ഓർത്തോർത്ത് പറയുമ്പോൾ അതിനപ്പുറം സൃഷ്ടാവിന് വേറൊരു പ്രെയർ ഇല്ല ശരിക്കും പറഞ്ഞാൽ. മാം നമ്മൾ ഒരു ഡൗട്ട് കഴി ചോദിച്ചോട്ടെ? ഉം. നമ്മളോട് ശരിക്കും അപ്പൊ ഈ നമ്മള് കുഞ്ഞിനെ വളർന്നു വരുമ്പോഴൊക്കെ യൂഷ്വലി നമ്മളോട് പറയുക ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാനല്ലേ? അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. വി ആർ ഓക്കെ വിക്ടിംസ് ഓഫ് വിക്ടിംസ്. ഈ ഒരു സെൻസ് ഓർത്ത് വെക്കണം. ഓക്കെ വി ആർ വിക്ടിംസ് ഓഫ് വിക്ടിംസ്. പക്ഷെ നമ്മള് വി ഗോട്ട് അവയർനെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മാറ്റണം. അതുകൊണ്ടാണ് നിങ്ങൾ യു ആർ ലക്കി ആ ഇനഫ് ടു ബി ഹിയർ, ലക്കി ഇനഫ് ടു നോ ഓൾ ദീസ് തിങ്സ്. അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ നമുക്ക് ആ മാം കേൾ ഒരു കാര്യം കൂടെ എല്ലാവർക്കും. ചോദിച്ചോട്ടെ? യെസ്, ആ ആ കേൾക്കാം സർ. നിവേദിത മാം ചോദിക്കുന്നു. ആ ക്ലാരിറ്റി ആരാ ചോദിച്ചത്? യെസ്, ചോദിച്ചോളൂ. ഞാനാണോ? മ്യൂട്ടായി. മാം അപ്പൊ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുമ്പം ക്ലാരിറ്റിയോടെ ചോദിക്കാം എന്നുണ്ടോ? ചോദിക്കണം, ക്ലാരിറ്റിയോടെ അപ്പൊ ചോദിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കില്ലേ, ദൈവത്തിനെല്ലാം അറിയാമല്ലോ, പക്ഷെ നമുക്കറിയണമല്ലോ. എനിക്ക് കുറേ തരണേ. നമുക്ക് പോലും ഐഡിയ ഇല്ലെങ്കിൽ എന്താണ് ഈ കുറേ എന്ന് നമുക്ക് പറയുമ്പോൾ എനിക്ക് കുറേ സന്തോഷം തന്നെ. എന്താണ് കുറേ സന്തോഷം എന്ന് എനിക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കതെങ്ങനെ കിട്ടും? ദൈവം തന്നാലും ഞാൻ പറഞ്ഞില്ലേ, ലോട്ടറി എടുത്താലേ നമുക്ക് അടിക്കുള്ളൂ. ഈ ലോട്ടറിയിൽ പെടുന്നതാണ് ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത്. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയണം എനിക്കിത്. ദൈവം അനുഗ്രഹിച്ചാൽ എനിക്കത് നേടിയെടുക്കാനുള്ള അറിവുണ്ടാകണ്ടേ, എനിക്ക് ഇനിഷ്യേഷൻ എടുക്കാനുള്ള എഫിഷ്യൻസി ഉണ്ടാകണ്ടേ, എനിക്ക് ആ ക്ലാരിറ്റി കിട്ടണ്ടേ. അപ്പൊ നമ്മൾ നേടിയെടുക്കേണ്ടവരാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ അത് എത്രമാത്രമാണെന്ന്, എന്താണ് എനിക്ക് വേണ്ടതെന്നുമുള്ള 100% ക്ലാരിറ്റി വേണം. എല്ലാവർക്കും ഇല്ലാത്തതാണ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റിയോടെ ചോദിക്കാം. ക്ലാരിറ്റിയോടെ ക്ലാരിറ്റിയോടെ നമുക്ക് ചോദിക്കാം, ഓക്കെ മാം, ക്ലാരിറ്റിയോടെ താങ്ക് യു. ചോദിക്കാം. ഇപ്പൊ നമ്മളെ പറയില്ലേ, ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി ടെക്നിക്കലാണ്. അത് ഓരോ വ്യക്തിയുടെ ഒരു മസ്കുലിൻ എനർജിയിലാണ് ഗോൾ സെറ്റിംഗ് വർക്ക് ചെയ്യുന്നത്, ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാ വ്യക്തികളും മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി ഉണ്ട്. അപ്പൊ ചില ഫീമെയിൽസിന് ഈ മസ്കുലിൻ എനർജിയുടെ അംശം വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എഴുതി വെക്കുക, ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുക, ഗോൾ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അതൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സമയത്ത് എനിക്ക് എന്താണ് വേണ്ടെന്ന് കൃത്യമായി നമ്മളറിയാം. നമുക്കറിയാനാണ് നമ്മൾ ഈ പറയുന്നത്. പടച്ചവനെ തമ്പുരാനല്ല എന്തോ അറിഞ്ഞൂടെ, ഇത്രയ്ക്ക് അറിഞ്ഞൂടെ തമ്പുരാനെ എൻ്റെ ആവശ്യം, അത് അറിഞ്ഞങ്ങ് പ്രവർത്തിച്ചൂടെ? ആ ക്ലാരിറ്റി പോലും എടുക്കാൻ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തവർക്ക് തമ്പുരാൻ വിചാരിക്കും നീ എവിടെ ഇരുന്നോ. അവിടെയാണ് ഈ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നമ്മൾ എടുക്കേണ്ട ഇനീഷ്യേഷൻ നമ്മൾ എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ വല്ല പാടുമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് പേർക്ക് ഇത്ര ഏരിയ താമസിക്കുന്നവർക്ക് ഇത്ര ഇരിക്കട്ടെ, അത്ര ഏരിയ താമസിക്കുന്ന ഇത്ര ഇരിക്കട്ടെ. പിന്നെ ലൈഫ്, വാട്ട് ഈസ് ലൈഫ്, ദ മീനിങ് ഓഫ് ലൈഫ്. അവിടെ ഒരു ലൈഫിനൊരു മീനിങ് ഇല്ല. നമ്മൾ ഇവോൾവ് ചെയ്യുക, ഓരോ സെക്കൻഡിലും നമ്മൾ ഇവോൾവ് ചെയ്യുക. നമ്മൾ ഈ ഒരു വാല്യൂ മനസ്സിലാക്കുക, ദൈവികത എന്താണെന്ന്, സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, സ്പിരിച്വൽ കോഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് ഈസ് ടു ഫൈൻഡ് അവർ പർപ്പസ് ഇൻ അവർ ലൈഫ്. എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്? ടു ഗീവ് സംതിങ് ബാക്ക് ടു അവർ ഹ്യൂമാനിറ്റി. ആ ഹ്യൂമാനിറ്റിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. ഇത് സാംബശിവം പറയുന്ന കണക്ക് എൻ്റെ ഭാര്യ, എൻ്റെ തീപ്പെട്ടി, എൻ്റെ ബീഡി, ആ ഇക്വേഷൻ വർക്കാകത്തില്ല. അവിടെ തമ്പുരാൻ നമ്മളെ കൂടെ നിൽക്കത്തില്ല. അവിടെയാണ് നമ്മൾ എക്സ്പാൻഡ് യുവർ കപ്പ്. എൻ്റെ കപ്പ് എക്സ്പാൻഡ് ചെയ്താലേ എനിക്ക് മറ്റുള്ളവർക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൊടുക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരുന്നത്. മറ്റൊന്നിലും കിട്ടാത്ത ഹാപ്പിനെസ് കിട്ടുന്നത് അതുകൊണ്ട്. ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വരുന്നു. ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്. മാം ഇപ്പൊ നമുക്ക് ഒരാളൊരു ഹെൽപ്പ് ചെയ്തു, അപ്പൊ ആ ചെയ്തപ്പോ നമുക്ക് വേറൊരാൾക്ക് ആ തന്നവർക്ക് ഒരു ആവശ്യം വന്നപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ സമയം കൊടുക്കാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഹെൽപ്പ് വേറൊരാൾക്ക് ചെയ്തു കൊടുത്താലും അത് സ്വീകരിക്കും എന്നുള്ളത്? തീർച്ചയായിട്ടും സ്വീകരിക്കും. ഈ അർഹത ഡിസർവിങ്. അപ്പൊ ആ ആളിനെക്കാളും ഇപ്പൊ ഡിസർവിങ് ആയിട്ട് വേറൊരാളുണ്ട്.
ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മളാണ് ഈ മറ്റവര് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാകിസ്ഥാനി, ബംഗാളി, ഇതൊന്നുമില്ല. സൃഷ്ടാവിന്റെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. അവിടെ ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് നമുക്ക് കൊടുക്കാം. അവിടെ ഇപ്പൊ പിന്നെ എന്താ പറയണ്ട, ഇപ്പം ഒരു മുസ്ലിമിന് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. വിശപ്പ്, ദാഹം, ഇതെല്ലാം മനുഷ്യനും ഒരേപോലെയാണ്. സെൻസ്വാലിറ്റി, പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. അവിടെ ഇപ്പൊ ആ കാര്യത്തിൽ നമ്മൾ മുസ്ലിമിനെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുവാൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതെ, അയൽക്കാരൻ ആരാന്ന് പറഞ്ഞിട്ടില്ല. ആര് വേണമെങ്കിലും ആവും. കറക്റ്റ്. ആരും ഈ ആകാം. ഡിസർവിങ് അല്ലാത്തവർക്ക് കൊടുത്താൽ അതോ പ്രോബ്ലം അങ്ങനെ അതെന്തോ മാം അതിനെക്കുറിച്ച്. ഡിസർവിങ് അല്ലാത്തവർക്ക് കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അടുത്തുള്ള താമസിക്കുന്ന ഒരാൾ ഗുണ്ടയാണ്. അയാൾ വീക്കർ സെക്ഷനെ ആക്രമിക്കുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നു, കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നു, പിടിച്ചു പറിക്കുന്നു, കള്ളം പറയുന്നു. ഇങ്ങനെ ഒരാൾക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അത് രണ്ട് തരത്തിൽ അഫക്റ്റ് ചെയ്യും. ഒന്ന്, അയാളെ പഠിച്ചവൻ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കും അയാൾക്ക് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ നമ്മൾ ചെന്ന് അയാളെ സഹായിക്കണ അയാളുടെ എനർജി നമ്മളിലേക്ക് വരും. ഒന്ന്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ നന്മ അയാളിലേക്ക് പോവുകയും ചെയ്യും. അർഹത, ഡിസർവബിലിറ്റി, ഓൾവേസ് തിങ്ക് ചെയ്യണം. അത് ഡിസർവിങ് ആണോ, ആ വ്യക്തി ഡിസർവിങ് ആണോ. ഇനി പക്ഷെ അയാൾ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോയി, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയാളിപ്പോ പശ്ചാത്തലത്തിന്റെ റിപ്പൻഡൻസിലാണ്, പശ്ചാത്തപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അവിടെ നമുക്ക് കൊടുക്കാം, നമ്മളവരെ സഹായിക്കാം. അതാണ് റിപ്പൻഡൻസ് അത്യാവശ്യമാണ്, പശ്ചാത്തപിച്ച് മടങ്ങൽ എന്ന് പറയുന്നത്. സോ ഹെവി ഇമോഷനെ നമ്മൾ ലൈറ്റൻ ചെയ്യണം. ഫിയറിൽ നിന്ന് നമ്മൾ പീസിലേക്ക് പോകണം. അറ്റാച്ച്മെന്റിൽ നിന്നും ഫ്രീഡത്തിലേക്ക് പോകണം. ഇതാണ് ഒരു സഖിയയിലുള്ള ഒരു കോൺഷ്യസ് എലിവേഷൻ എന്ന് പറയുന്നത്. അതാണ്. അതായത് ഷെയിം ഉള്ള ഒരാള്, ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ, ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ടുപോയല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫൊർഗീവ്നെസ് കൂട്ടുക, സെൽഫ് ഫൊർഗീവ്നെസ് കൂട്ടുക. ഫിയറിൽ നിന്നും ഫെയ്ത്തിലേക്ക് പോകണം. ട്രസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഇല്ലായ്മ, എനിക്കില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് കൂട്ടണം. ഈഗോയിൽ നിന്നും ലവിലേക്ക് പോകണം, അൺകണ്ടീഷണൽ ലവിലേക്ക് പോകണം. കൺഫ്യൂഷനിൽ നിന്നും ഇന്റൻഷനിലേക്ക് പോകണം. നല്ല നീയത്തുണ്ടാകണം. ഇന്റൻഷൻ ഈസ് എവ്രിതിങ്. പ്യുവർ ഇന്റൻഷൻ. അറ്റാച്ച്മെന്റിൽ നിന്നും പീസിലേക്ക് പോകണം. ഈ ഇന്റൻഷൻ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഈ മാസം നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യണം, ഒരു ഫാമിലിയെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു നന്മ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്തിച്ചാൽ മതി, ചെയ്തു കൊടുത്തതിൻ്റെ പുണ്യം കിട്ടും. അത് കിട്ടാൻ വേണ്ടി ചിന്തിക്കരുത്. പ്യുവർ ഇന്റൻഷൻ ആയിരിക്കണം. എനിക്കിത് പുണ്യം കിട്ടണം എന്നാൽ നീ അത് ശരിയായിരിക്കും. ഇവിടെ ഇരുന്ന് ഒരു 10 പേർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറ്റിക്കാം, നടക്കത്തില്ല. അവിടെ ഒന്നും വർക്കാകത്തില്ല. പ്യുവർ ഇന്റൻഷൻ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മുടെ അടുത്ത് പറയും, നീ ഭയങ്കര കള്ളനാണ്, നീ ദൈവത്തിന് പോലും പറ്റിക്കുന്ന കള്ളനാണ്, ഇത് നടക്കത്തില്ല. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഷെയിമിലേക്ക് പോകും. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു സംഭവം. അപ്പൊ നമ്മൾ ഈ കള്ളത്തരമൊക്കെ ചെയ്ത് കൂട്ടിയാൽ ഇത് അവസാനം ഇതെല്ലാം, അതാണ് കർമ്മ എന്ന് പറയുന്നത്, തിരിച്ച് നമുക്ക് തന്നെ വരും. ഓൾവേസ് കീപ് പ്യുവർ ഇന്റൻഷൻ. അത് നമ്മൾ മറന്നു പോകരുത്. ആ ഇന്റൻഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. കൺഫ്യൂഷൻ മാറണമെങ്കിൽ ഇന്റൻഷൻ പ്യുവർ ആക്കുക. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. സെൽഫ് ലവിലേക്ക് പോവുക, അൺകണ്ടീഷണൽ ലവിലേക്ക് പറ്റിയാ പോവുക. എത്ര പേർക്ക് അൺകണ്ടീഷണൽ ലവിലേക്ക് പോകാൻ പറ്റി? ആ പ്രാക്ടീസ് ചെയ്തിരുന്നോ? സ്ട്രേഞ്ചേഴ്സ് ആ പ്രാക്ടീസ്. യെസ്. പിന്നീട് ചെയ്തിരുന്നോ ആരെങ്കിലും? മാം അന്ന് പറഞ്ഞ ദിവസം ചെയ്തു അല്ലേ? ദിവസം ചെയ്തു. അത് വീണ്ടും ചെയ്യണം. അവിടെ പോയി നിന്ന് ഞങ്ങളുടെ റൗണ്ട് അബൌട്ടിൽ നോക്കിയിട്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ മോനോടും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ. വണ്ടി ഓടിച്ചു പോകുമ്പോ
റോഡിൽ കൂടെ പോണ ആളുകളെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് പോകുന്ന അമ്മമാരെ കാണുമ്പോഴേക്ക് എനിക്ക് പെട്ടെന്ന് ഫീൽ എനിക്ക് കണ്ണ് നിറയും. ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ. ഈ ദൈവികമായ ഒരു ബ്ലെസ്സിങ്സ് കിട്ടുമ്പോൾ നമുക്ക് അറിയാതെ കണ്ണ് നിറയും കേട്ടോ. നമ്മൾ ആഴത്തിൽ ഇന്റൻഷനിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ആഴത്തിൽ ഇന്റൻഷനിലാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണറിയും. ഈ 27-ാം രാവിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, യഥാർത്ഥ 27-ാം രാവിന്റെ പ്രെയർ ചെയ്യണമെങ്കിൽ നമ്മൾ കരയും. അതിന്റെ അർത്ഥം മാലാഖമാര് നമ്മളെ ഇറങ്ങി വരും. എംബ്രേസ് ചെയ്യുന്നു എന്നാണ്. അവരുടെ സാമീപ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ കരയുന്നത്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇന്ന് 27-ാം രാവായിരുന്നു നമുക്ക് ആ ഒരു തൃപ്തി കിട്ടും. പിന്നെ സൺഡേ മാം? അതല്ല, അത് 27-ാം യെസ്, ഒന്നിടവിട്ടുള്ള രാവുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതെ അല്ലേ? അതെ, 27 25, 27. 23 ഒറ്റ 29. നമ്പേഴ്സ് വരുന്നത്. നമ്പേഴ്സ്. പിന്നെ എല്ലാവരും പറയുന്നത് 27-ആണ്. 27-ന് മാക്സിമം നിസ്കരിക്കുന്നവര് മാക്സിമം ആരാധനയിലിരിക്കുക, എക്തികാഫിലിരിക്കുക. നമ്മള് പടച്ചവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവന്റെ സ്മരണയിൽ കുറച്ച് ഇങ്ങനെ ഇരിക്കുക. മാം, ഇവിടൊക്കെ ഉള്ളവർ ഉറങ്ങത്തില്ല രാത്രി ആ ദിവസങ്ങളിൽ. ആ ദിവസം അതെയല്ലേ? ഉറങ്ങാറില്ല. ഉറങ്ങില്ല. സ്പെഷ്യൽ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം എന്നൊരു നിസ്കാരമുണ്ട്. പിന്നെ എല്ലാ ദിവസവും എല്ലാ വഖത്തിന്റെയും ഒരു നിസ്കാരം, ഒരു സുബഹി, ഒരു ളുഹർ, ഒരു അസർ, ഒരു മഗ്രിബ്, ഒരു ഇഷ നിസ്കരിക്കുക. അതങ്ങനെ നിസ്കരിക്കുമ്പോൾ അന്ന് 27-ാം രാവിലെ നിസ്കരിക്കുമ്പോൾ 70,000 നമസ്കാരം വീട്ടിയതിന്റെ ഇത് കൂലിയാണ് കിട്ടും. കിട്ടുന്നത്. കൂലി കിട്ടും. തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കാമല്ലോ. തഹജ്ജുദ് നിസ്കരിച്ച് ഫിത്ർ നിസ്കരിച്ചിട്ട് ഇതൊക്കെ കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ഈ ആ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം വൺസ് ഇൻ എ ലൈഫ് ടൈം നിർബന്ധമാണ്. അത് എല്ലാ റമദാനിലും നിസ്കരിക്കുന്നത് നല്ലതാണ്. എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കുന്നത് നല്ലതാണ്. തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ പടച്ചവനെ കുറച്ച് പ്രകീർത്തിച്ചിട്ടുള്ള നിസ്കാരമാണല്ലോ അല്ലേ? യെസ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളവർക്കും ഇപ്പം ദൈവത്തിന്റെ സ്മരണ ആലോചിച്ചുകൊണ്ട് ഇത്തിഖാഫ് എന്ന് പറയുന്നത് ദൈവികമായ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തിരുന്ന് നന്ദി മാത്രം മതി. ബാക്കിയുള്ളവർ നിസ്കരിക്കാൻ അറിയാത്തവര്, നിസ്കരിച്ചിട്ടില്ലാത്തവര്, ആ നന്ദി പറയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. പറ്റുന്ന അത്രയും നന്ദി പറയുക എന്നുള്ളതാണ്. ദെൻ നമ്മളെ ബോഡിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക മാത്രമല്ല എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് സ്റ്റാർവിങ് ദ ഈഗോ. നമ്മുടെ ഈഗോ എടുത്ത് കളയണം. എന്നാലാണ് സോളിന്റെ ഫുഡ് എന്ന് പറയുന്നത്. ഈഗോ ഇല്ലാത്തതാണ്, ലവ് ആണ്. ഈഗോ എടുത്ത് കളയലാണ് സോളിന് വേണ്ടത്. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രെയർ കൂട്ടുക. സ്പിരിച്വലി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം പ്രെയർ കൂട്ടുക, പ്രാർത്ഥന കൂട്ടുക. ഖുർആൻ റിവീൽ ചെയ്ത മാസമാണ്. ഖുർആൻ ഓതുക. റിപ്പൻറ്റൻസ്, പശ്ചാത്താപം നിർബന്ധമുള്ളൊരു കാര്യമാണ്. പശ്ചാത്തപിച്ച് നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ, സെൽഫ് ഫോർഗീവ്നെസ്, പശ്ചാത്താപത്തിലേക്ക് പോകണം. തൗബ എന്ന് പറയുന്നത് അതാണ്. പശ്ചാത്താപത്തിലേക്ക് പോവുക. ദെൻ റിഫ്ലക്ഷൻ, ലൈഫിൽ നമുക്കുണ്ടായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തെടുക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക. ദെൻ ഡിവൈൻ കണക്ഷൻ, സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ സ്പിരിച്വലി നമ്മൾ അലൈൻഡ് ആകാൻ വേണ്ടിയിട്ട് ഡിവൈൻ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇത് ഡിവൈൻ കണക്ഷൻ അതിനാണ് നമ്മുടെ തഖ്വ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതെല്ലാം. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഏത് ഇന്റൻഷൻ എടുക്കുമ്പോഴും ഒരു അവയർനെസ് ഉണ്ടാകണം. അള്ളാഹ് സീ, അള്ളാഹ് നോസ് ആൻഡ് അള്ളാഹ് ഗൈഡ്. ഈ ഒരു അവയർനെസ് നമുക്ക് വേണം. ഈ ഒരു അവയർനെസ് എപ്പോഴും വേണം. നമ്മൾ എന്ത് ചെയ്യുന്നതും ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു ഗൈഡൻസ്, കോ ഓതറിങ്, ആ ഒരു ലൈഫും നമ്മൾ പറയില്ലേ, ബിസിനസ്സിൽ നമ്മളെ പാർട്ട്ണർ, നമ്മളെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഹയർ സെൽഫാണ്. ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ സൈൻ ചെയ്ത്, ഈ മാസമാണ് ഏറ്റവും ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ പറ്റിയ മാസം. ഒരു അഡ്വക്കേറ്റിന്റെ അടുത്തും പോകണ്ട. ഞാൻ എൻ്റെ ഹയർ സെൽഫുമായിട്ട്, എൻ്റെ ദൈവവുമായിട്ട്, എൻ്റെ തമ്പുരാനുമായിട്ട്, പടച്ചവനുമായിട്ട് ഞാൻ കോൺട്രാക്ട് ഒപ്പുവെച്ചു. എൻ്റെ പാർട്ട്ണർ ദൈവം തന്നെയാണ്. എന്തൊരു, പിന്നെ നമുക്ക് ഇൻഡ്യൂഷനും ഗൈഡൻസും ഒക്കെ കിട്ടും.
അതിനപ്പുറത്തേക്ക് വേറൊരു പാർട്ണർഷിപ്പ് നമുക്ക് വേണ്ട. മാം പിന്നെ ആരും വേണമെന്ന് തോന്നില്ല. ഒന്നും വേണ്ട നമുക്ക്. വാലിഡേഷന് വേണ്ട, ഒന്നും വേണ്ട. ആരടുത്തും പോയി ചോദിക്കും, അയ്യോ ഇത് ചെയ്തോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ, ഇത് ശരിയാവോ, എല്ലാത്തിനും നമ്മുടെ കൂടെ ഒരു പാർട്ണർ ഉണ്ട്. എല്ലാം അതിലൊരു ധൈര്യം, അതിന് ക്ലെൻസ് ചെയ്യണം, അതിന് നമ്മൾ ഡിസർവിങ് ആണ്. മാക്സിമം ക്ലെൻസ് ചെയ്യുക, അതിനുള്ള ഡിസർവബിലിറ്റി എടുക്കുക. ഐ എം എക്സ്ട്രീംലി ഹാപ്പി. കാരണം എന്താണെന്ന് പറയാ, റംസാനിലെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന മറ്റുള്ള ഇതിന് അനു, രാജി, മിനി, ഡയാന, ഇവര് എല്ലാവരും ഏറ്റവും കൂടുതൽ അവരാണ്. അഞ്ജു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അഖില, പ്രീജ, സൗമ്യ, യുനോ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അത് മനസ്സിലാക്കാൻ അവര് ചില ആൾക്കാർ ചിലപ്പോ അതിൻ്റെ അടുത്ത് പറഞ്ഞു അതെന്തെന്നറിയോ മാം, ഇപ്പൊ മാം പഠിപ്പിക്കുന്നു, ഓക്കെ, ഈ പഠിപ്പിക്കുന്നത് ഇപ്പം ലൈഫ് കോച്ചിങ് പഠിപ്പിക്കുന്നതായാലും മാം അല്ലാതെ സൈക്കോളജിക്കലായിട്ട് പഠിപ്പിക്കുന്നതെല്ലാം ഞാൻ വായിച്ച ഖുറാനിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ആ പോയിന്റ്സ് എല്ലാം അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പോയിന്റ്സ് ആണെന്നാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരി, ഓഫ് കോഴ്സ് കറക്റ്റ് ആണ്. കാരണം ഒരുപക്ഷെ പിന്നെ ഞാൻ പറയട്ടെ മാം പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ക്രിസ്ത്യൻ ബൈബിളിലെ ഓരോ വേർഡ്സ് ആണ്. കറക്റ്റ്. എനിക്കത് എന്റെ ഫാദർ റാപ്സ് എന്ന് പറഞ്ഞ എന്റെ ആത്മീയ ഗുരുവാണ് ശരിക്കും എന്നെ സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നത്. അതിനുശേഷം ഞാൻ ഇത്ര ഹാപ്പി ആയി, എന്റെ ലൈഫ് പോലും മാറി മറിഞ്ഞു. പക്ഷെ ഓരോ വേർഡ്സും മാം പറയുന്നത് അത് കമ്പയർ ഞങ്ങളുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിരിക്കും. ഞാനത് പിന്നെ പറയാതിരുന്നേ ഉള്ളൂ. ശരി, സത്യമാണ്. കാരണം ഞാൻ ലൈഫ് കോച്ചിങ്ങിന് വന്നിട്ട് എനിക്ക് എൻ്റെ മെന്റർ തന്ന, അദ്ദേഹം അമേരിക്കനാണ്, അദ്ദേഹം തന്ന ഒരു ഉപദേശമാണ്, ഫസ്റ്റ് യു ഹാവ് ടു ലേൺ ഖുർആൻ, ബൈബിൾ ആൻഡ് ഗീത. ഇത് മൂന്നും പഠിക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മൂന്നും പഠിക്കാൻ. കാരണം ഇത് പവിഴങ്ങളും മുത്തുകളും ഒക്കെയാണ്. നമ്മളൊന്നും എടുത്തിട്ടില്ല, മുങ്ങി താഴെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്തോരം വലിയ ക്ലാരിറ്റി, എത്ര വലിയ അറിവുകളാണ്. സത്യം പറഞ്ഞാൽ ആ അറിവുകൾ നമുക്ക് ഇതിനെയൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തിലും നല്ലതുണ്ട്, എല്ലാത്തിലും നല്ലതുണ്ട്. സോഴ്സ് ഒന്നാണ്, ഓതർ ഒന്നാണ്. യെസ്, എങ്ങനെ ജീവിക്കണ്ടേ, എങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ളതാണ് എഴുതിയതൊക്കെ ഫുൾ അല്ലേ മാം? ഭയങ്കരമായിട്ട് അത്രയും ഡീപ്പർ വേർഷനാണ് ഉള്ളത്. അതുകൊണ്ട് എന്നിട്ട് ഈ എല്ലാ മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ വിളിക്കുന്ന അടിപിടിക്കുന്ന കാണുമ്പോണ്ടല്ലോ നമുക്ക് എന്തൊരു പുച്ഛം സാർ തോന്നും. സത്യം ഇവിടെ പറഞ്ഞത് ഇല്ല കേട്ടോ, ഗൾഫിലൊന്നും ഇല്ല സാർ. ഗൾഫിലില്ല, ഞാൻ പറയണത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമ്മിത്തെളിക്കുന്നത് മനുഷ്യന് കേരളത്തില് രാഷ്ട്രീയ പ്രത്യേകിച്ച് ലാഭത്തിന് പറയണം. വേണ്ടിയിട്ട്. അത് അറിവില്ലാത്തത് കൊണ്ടാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയിപ്പോ അടുത്ത എനിക്കൊരു സെഷന് കയറാൻ പോകണം. ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും മാം. വലൈക്കും അസ്സലാം. നമ്മുടെ ലൈഫ് കോച്ചിങ്ങിന്റെ ക്ലാസ് 9:30 ആണ് പുതിയ ബാച്ചിലുള്ളത്. സാറ്റർഡേ അത് മോർണിംഗ് 9:30 അല്ലേ? 9:30. ഓക്കെ 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 മാം, അസ്സലാമു അലൈക്കും. താങ്ക് യു. Thank you. അസ്സലാമു അലൈക്കും. താങ്ക് യു മാം.